കാട് എന്ന് പറയുന്നത് തറവാടാണ്, അച്ഛൻ്റെ തറവാടാണ്. കടൽ അമ്മയുടെ തറവാട്. അപ്പം കാടും കടലും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. കാടില്ലെങ്കിൽ നാടില്ല. ഒരു രാജ്യത്തിൻ്റെ എക്കോണമി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കാട് എങ്ങനെയാണോ എനർജി ശേഖരിക്കുന്നത് അങ്ങനെ നാട് മുഴുവൻ ശേഖരിക്കപ്പെടണം. ആര് കാടുണ്ടാക്കാൻ മുന്നിട്ട് വന്നാലും നമ്മൾ നേടിയെടുത്തിട്ടുള്ള സകല അറിവുകളും സൗജന്യമായിട്ട് കൊടുക്കാൻ തയ്യാറാണ്. കാടറിവെന്ന് പറയുന്നത് വെറും ഒരു അറിവല്ല, അത് യഥാർത്ഥ തിരിച്ചറിവാണ്. കാടിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വെറും ഒരു കാഴ്ചയല്ല, അത് ഉൾക്കാഴ്ച തന്നെയാണ്. നമസ്കാരം. പച്ചിലയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്ന് കക്കി വനമേഖലയിലാണ്. നാട്ടിൽ കാട് വളർത്തിയ രണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങളാണ് ഇന്നത്തെ പച്ചിലയിൽ നമ്മളോടൊപ്പം ഉള്ളത്. കടലോരത്ത് സമതല പ്രദേശത്ത് പൊരിമണലിൽ കാട് വളർത്തിയ പ്രിയപ്പെട്ട പരിസ്ഥിതി പ്രവർത്തകൻ പ്രിയപ്പെട്ട KV ദയാൽ സാർ, വീട് കാടാക്കിയ അതിവേഗ കാർട്ടൂണിസ്റ്റ് ഹരിതാശ്രമം പാരിസ്ഥിതിക ഗുരുകുലത്തിൻ്റെ സ്ഥാപകൻ ശ്രീ ജിതേഷ് ജി എന്നിവരാണ് ഇന്ന് പച്ചിലയിൽ നമ്മളോടൊപ്പം ഉള്ളത്. കാട് മനുഷ്യകുലത്തിന് എത്രമാത്രം സപ്പോർട്ടീവ് ആകുന്നു, അതാണ് ഇന്നത്തെ ചർച്ച. പ്രിയപ്പെട്ട KV ദയാൽ സാർ, അദ്ദേഹത്തിൻ്റെ കടലോര കാട് ഒരു അത്ഭുതകരമായ വിസ്മയകരമായ ഒന്നായിരുന്നു. കടൽ തീരത്തെ ചൊരിമണലിനെ കുറിച്ച് നമുക്കറിയാം. ആ ചൊരിമണലിൽ വിശാലമായ കാട് വളർത്തി മാതൃക കാട്ടിയ പരിസ്ഥിതി പ്രവർത്തകനാണ് പ്രിയപ്പെട്ട ദയാൽ സാർ. സാറേ നമസ്കാരം. നമസ്കാരം. കാട് എത്രമാത്രം മനുഷ്യകുലത്തിന് സപ്പോർട്ടീവ് ആകുന്നു പാരിസ്ഥിതികപരമായി? കാടാണ് മനുഷ്യൻ പിറന്നു വീണ വീട്, അതായത് അവൻ്റെ തറവാട്. മനുഷ്യകുലത്തിൻ്റെ തറവാടെന്ന് പറയുന്നത് കാടാണ്. അപ്പം കാട്ടിൽ ജനിച്ചു വന്നു, കാട്ടിൽ ഇഴഞ്ഞ് നടന്നു, 4 കാലിൽ നടന്നു, 2 കാലിൽ നടന്നു, കാട്ടുചോലയിലെ വെള്ളം കുടിച്ചും കായ്കനികൾ പറിച്ചു തിന്നും മൃഗങ്ങളെ വേട്ടയാടിയും അലഞ്ഞു തിരിഞ്ഞ മനുഷ്യർ, കാട്ടുമനുഷ്യരാണ് നമ്മൾ. അതായത് നമ്മുടെ തറവാട് അതാണ്. ഇപ്പം കാട് എന്ന് പറയുന്നത് തറവാടാണ്, അച്ഛൻ്റെ തറവാടാണ്. കടൽ അമ്മയുടെ തറവാട്. അപ്പം കാടും കടലും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. കാടില്ലെങ്കിൽ നാടില്ല. കാട് ഉള്ളിടം വെട്ടി വെളുപ്പിച്ചേ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളൂ. കാടുണ്ടെങ്കിലേ കൃഷിയുള്ളൂ. കാട് ഉള്ളിടത്ത് ശേഖരിച്ചു വെച്ച എക്കൽ പുഴ ഒഴുക്കിക്കൊണ്ടുവന്ന് നാട്ടിലിട്ട് തന്നു. അങ്ങനെയാണ് നമുക്ക് കാട് കൃഷിയിടങ്ങൾ മുഴുവൻ ഉണ്ടായി വന്നത്. ഈ കൃഷിയിടങ്ങളിൽ നമ്മൾ കൃഷി ചെയ്ത് ജീവിച്ചു വരുന്നു. കൃഷിയിടങ്ങളിലേക്ക് ആണ്ടോടാണ്ടും കാട്ടിൽ മഴ പെയ്ത് പുഴ ഒഴുക്കിക്കൊണ്ടുവന്ന് എക്കൽ ഭൂതലം മുഴുവൻ തന്നുകൊണ്ടിരുന്നു. അതിലാണ് നമ്മുടെ കൃഷി ചെയ്ത് ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചത്. അപ്പോൾ കാടെന്ന് പറയുന്നത് ഭക്ഷണം ഉൽപ്പാദന കേന്ദ്രങ്ങളാണ്. ഒരു ഫുഡ് പ്രൊഡക്ഷൻ സെൻറ്ററാണ് കാട്. അതിനകത്തുനിന്ന് ഫുഡല്ല കിട്ടണേ, പക്ഷേ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എക്കൽ ഫോം ചെയ്യുന്നത് കാടാണ്. അതുകൊണ്ടാണ് കൃഷി ഏതെങ്കിലും 2 ഇടങ്ങളിലേ പറ്റൂ. ഒന്നുകിൽ കാട് നിന്നിടം വെട്ടി വെളുപ്പിച്ച് അവിടെ കൃഷി ചെയ്യാം, അല്ലെങ്കിൽ കാട്ടിൽ നിന്നും ഒഴുകി വന്ന് എക്കലിൽ കൃഷി ചെയ്യാം. അപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണം അല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയല്ലേ. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൻ്റെ നിലനിൽപ്പ് മുഴുവൻ കാടിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുക. അപ്പോൾ ആ കാടിനെ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടല്ലാതെ ഭക്ഷണത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ എൻ്റെ വീട് കാടാക്കിയതിൻ്റെ കാരണം ഈ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് കാടിൻ്റെ പ്രാധാന്യം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് ഒരു കാട് സ്വയം സെൽഫ് സസ്റ്റൈനബിളായി നിലനിൽക്കാൻ പറ്റുക? ഒരു കാടിന് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ സഹായം ആവശ്യമില്ല. അതിന് സ്വയം നിലനിൽക്കാൻ അറിയാം. ഒരു സെൽഫ് സസ്റ്റൈനബിൾ സിസ്റ്റമാണത്. അപ്പോൾ നമ്മളൊരു സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാതൃകയാക്കേണ്ടത് കാടിനെയാണ്. കാടിൻ്റെ വൈവിധ്യം, കാടിൻ്റെ എനർജി ശേഖരണം, എങ്ങനെയാണ് അതിൻ്റെ ഇതുണ്ട്. ഒരു കമ്പാനിയൻഷിപ്പുണ്ട്. എല്ലാ മരങ്ങളും കാട്ടിൽ ചേർന്ന് വളരുന്നു. അതായത് കമ്പൈൻ ചെയ്ത് നിൽക്കാൻ, ഒരുമിച്ച് നിൽക്കാൻ
സഹകരിച്ച് നിൽക്കാൻ താല്പര്യമുള്ള മരങ്ങൾ ഏതാണ്, അവരാണ് ഈ സഹകരിച്ച് നിൽക്കുന്ന കാടാകണേ. അപ്പോൾ കാടിനെപ്പറ്റി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നമുക്ക് വിളകളുടെ ഒരു കമ്പാനിയൻഷിപ്പ് കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ കാട് പോലെ തന്നെയുള്ള ഒരു കൃഷിയിടം നമുക്കുണ്ടാക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ആ കൃഷിയിടം സെൽഫ് സസ്റ്റൈനബിൾ ആയിരിക്കും. അപ്പോൾ കാടിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ കാട്ടിൽ നിന്നും കിട്ടുന്ന തടിയോ അതിൽ നിന്ന് തേനോ ഒന്നുമല്ല. കാട് ഒരു നോളജിൻ്റെ കേന്ദ്രവും കൂടിയാണ്. അപ്പോൾ ആ നോളജ് നമ്മൾ അക്വയർ ചെയ്യണം. അക്വയർ ചെയ്തിട്ട് അതിനെ മാതൃകയാക്കി കൃഷി ഡെവലപ്പ് ചെയ്ത് വന്നാൽ നമ്മുടെ അന്നം മുട്ടില്ല, കുടിവെള്ളം മുട്ടില്ല, വായു മുട്ടില്ല, ഒന്നിനും ഒരു മുട്ടും വരില്ല. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് യാതൊരു മുട്ടും വരില്ല. അതാണ് കാട് തരുന്ന ഒരു സന്ദേശം. അപ്പോൾ നമ്മൾ കാട്ടിലേക്ക് പോയിരിക്കുമ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ തറവാടിലേക്കാണ് പോയിരിക്കുന്നത്. അത് അച്ഛൻ്റെ തറവാടാണെന്നും കടലിനെ കടലെന്നല്ല നമ്മൾ വിളിക്കുക, കടൽ അമ്മയെന്നാണ് വിളിക്കുക. അത് അമ്മയുടെ തറവാട്. അപ്പോൾ സകല കുട്ടികളും സകല മനുഷ്യരും എല്ലാ വർഷവും അച്ഛൻ്റെ തറവാടിലേക്കും അമ്മയുടെ തറവാടിലേക്കും പോയി അവരുടെ ആ ഒരു വീടിനോടുള്ള ഒരു ആഭിമുഖ്യം ഉണ്ടല്ലോ, ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ സ്നേഹം അതിനോട് കാണിക്കും. അങ്ങനെ കാടിനെ സ്നേഹിച്ചാൽ, എൻ്റെ തറവാടാണ് കാടിനെന്ന് മനസ്സിലായാൽ ചെടി നശിപ്പിക്കാണ്ടിരിക്കുകയുള്ളൂ മനുഷ്യൻ. അപ്പോൾ കാട്ടിലെ ഒരു സിസ്റ്റം തന്നെ എനർജി ശേഖരണം കുറ്റമറ്റ രീതിയിലാണ് അവിടെ നടക്കുക. കാരണം ഒരു നല്ല നട്ടുച്ചയ്ക്ക് ഒരു കാടിനുള്ളിലേക്ക് കയറിയാൽ ഒരു സന്ധ്യ മയങ്ങിയ പോലെ ഇരിക്കും. അതായത് അവിടെ വീഴുന്ന എനർജി മുഴുവൻ എഫിഷ്യൻ്റായിട്ട് മാക്സിമം ശേഖരിക്കപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടെ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. ഒരു രാജ്യത്തിൻ്റെ എക്കോണമി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കാട് എങ്ങനെയാണോ എനർജി ശേഖരിക്കുന്നത് അങ്ങനെ നാട് മുഴുവൻ ശേഖരിക്കപ്പെടണം. ഈ ഒരു സന്ദേശം നമുക്ക് പകർന്നു കൊടുക്കേണ്ടതുണ്ട്. ഇതാണ് മെയിനായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പാനിയൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് സൂര്യപ്രകാശം കൂടുതൽ ശേഖരിക്കാൻ പറ്റിയ മരങ്ങൾ ഉയരത്തിൽ പോയി സൂര്യപ്രകാശം ശേഖരിക്കും. അതിൻ്റെ തണൽ പറ്റി വേറൊരു വിഭാഗം സസ്യങ്ങൾ വരും, അതിൻ്റെ തണൽ പറ്റി വേറൊരു വിഭാഗം, അങ്ങനെ പല തലങ്ങളിലിട്ട് സൂര്യപ്രകാശത്തെ ഹാർവെസ്റ്റ് ചെയ്യും. ആ ഹാർവെസ്റ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളുടെ റിസോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണെന്ന് മനസ്സിലാക്കുകയും ആ റിസോഴ്സിനെ ശേഖരിക്കുന്ന കേന്ദ്രം എങ്ങനെയാണത് ചെയ്യണതെന്നും മനസ്സിലാക്കി നമ്മൾ നാട്ടിൽ വീഴുന്ന റിസോഴ്സ് മുഴുവൻ ശേഖരിക്കണം. ഒരു പച്ചിലയിലല്ലാതെ മറ്റേത് പ്രതലത്തിൽ വീണാലും അത് പാഴാണ്, ശേഖരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിൽ എന്നെ ചെടിയെന്നില്ല, ഫസ്റ്റ് ശേഖരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ചെടി കൊണ്ട് ശേഖരിക്കുക, പാഴ്ചെടിയായാലും മതി, എനർജി ശേഖരിക്കുക. ആ പാഴ്ചെടികളെല്ലാം കൂടി വെട്ടിക്കൂട്ടി വാഴയുടെ ചോട്ടി വെച്ച് വാഴ കൊലയുണ്ടാക്കുക. ഇങ്ങനത്തെ ഒരു സിസ്റ്റം മനസ്സിലാക്കി പോകണം. അതോടൊപ്പം തീയിടരുത് എന്നൊരു സന്ദേശവും കൂടി കൊടുക്കാൻ കഴിയണം. തീയിടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് എനർജിയാണ്. അതുകൊണ്ട് ഒരു കരികല പോലും കത്തരുത്, വീട്ടിലും കത്തരുത്, നാട്ടിലും കത്തരുത്, കാട്ടിലും കത്തരുത്. അത് നമ്മുടെ ഒരു എനർജി ലോസ് ആണെന്ന് കൂടി മനുഷ്യനെ ബോധ്യപ്പെടുത്തി എങ്ങനെ അത് കുറ്റമറ്റ രീതിയിൽ ഒരു ഭക്ഷണം വിളയുന്ന കാട് നമുക്കിപ്പോൾ ഏതായാലും ഈ സ്വാഭാവിക വനത്തെ പോലെ നമ്മുടെ നാട്ടിൽ സ്വാഭാവിക വനം നിർത്താൻ എല്ലാവർക്കും പറ്റില്ല. അപ്പം എനിക്ക് പറ്റി 1.5 ഏക്കർ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് പറ്റി, സാറിന് പറ്റി, അവിടെ ഉള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റി. അത് പഠനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ എല്ലാവരും അത് ചെയ്യണമെന്നില്ല. എന്നാൽ 1 ഏക്കറിന് മേൽ സ്ഥലങ്ങളുള്ളവർ അവരുടെ ഒരു 10%, 10% ഇടം ഒരു സ്വാഭാവിക വനം സൃഷ്ടിച്ചിരിക്കണം. ബാക്കി 90 സെൻറ്റിൽ വിളകൾ കൊണ്ടുള്ള കാട്. അപ്പോൾ ഈ സ്വാഭാവിക വനം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ ഇക്കോ സിസ്റ്റമാണ്. അവിടെ നമ്മളുടെ യാതൊരുവിധ ഇടപെടലും പാടില്ല. അതിനകത്ത് കയറുക പോലും ചെയ്യരുത്. കാവ് പോലെ ഒരു സ്വാഭാവിക വനം അവിടെ രൂപപ്പെട്ടു വരും. നമ്മളൊന്ന് സഹായിച്ചു കൊടുത്താൽ മതി. അതിന് ചുറ്റുമുള്ള 90 സെൻറ്റിൽ വിളകൾ കൊണ്ടുള്ള കാടുകൾ തീർക്കണം. അവിടെ നമ്മളുടെ ഇടപെടലുണ്ട്. അവിടെ ഒരു കൾട്ടിവേറ്റഡ് ഇക്കോ സിസ്റ്റം രൂപപ്പെടുത്തിയെടുക്കണം. അത് ബോധപൂർവം നമ്മൾ ചെയ്യണം. ചിലയിടത്ത് ചില മരങ്ങളുടെ കമ്പുകൾ വെട്ടേണ്ടി വരും. സൂര്യപ്രകാശം കൂടുതൽ വേണ്ടതിന് മറ്റുള്ള വന്നിട്ടുണ്ടെങ്കിൽ അത് കോതി കൊടുക്കേണ്ടി വരും. അങ്ങനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതിൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, തുറന്ന സ്ഥലങ്ങളുണ്ട്.
നമ്മുടെ കാടിനകത്ത് തന്നെ ഒരു തുറന്ന സ്ഥലം ഉണ്ടാകും. അപ്പോൾ അത് ആ ബാലൻസിങ് ആണ്, ടെമ്പറേച്ചർ ബാലൻസിങ് ആണ്. അപ്പോൾ നമ്മുടെ കൃഷിയിടത്തിലും 1 ഏക്കറുള്ള കാട് 10 സെൻറ്റ് നമ്മൾ സ്വാഭാവിക വനത്തിന് വിട്ടു. ഇവിടെ ഒരു 6-8 സെൻറ്റ് ഒരു തുറന്ന സ്ഥലവും കൂടി കൊടുക്കണം, ഒരു തുറന്ന സ്ഥലം. അപ്പോഴാണ് അത് പൂർണ്ണമായ ഡിസൈനിങ് ആകുക. ഇതാണ് അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈനിങ് എന്ന് പറയുന്നത്. ഈ അഗ്രോ ഇക്കോളജിക്കൽ ഡിസൈനിങ്ങിലൂടെ ഒരു സെൽഫ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന ഒരു ഡിസൈനിങ്, അതാണ് നമുക്ക് വേണ്ടത്. അതിനാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ വന്നു, ഈ കാട് കണ്ടു, വെറുതെ കാട് കണ്ടു പോയിട്ടോ കാട്ടുമൃഗങ്ങളെ കാണാനല്ലോ കാട്ടിലേക്ക് പോകേണ്ടത്. കാടിൻ്റെ നോളജ് എടുത്തിട്ട് നാട്ടിലത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. കാട്ടറിവ് എന്ന് പറഞ്ഞാൽ അതൊരു സെൽഫ് സസ്റ്റൈനബിൾ സിസ്റ്റമാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു മഴക്കാടെന്ന് പറഞ്ഞാൽ അതിന് സ്വയം നിലനിൽക്കാൻ അറിയാം. അപ്പോൾ അവിടെ എങ്ങനെയാണത് സ്വയം നിലനിൽക്കുന്നത് എന്ന് പഠിച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം നാട്ടിലാണെങ്കിലും ഈ കാവുകളെന്ന് പറഞ്ഞാൽ കാടിൻ്റെ സ്വാഭാവിക വനത്തിൻ്റെ ഒരു ചെറുപതിപ്പാണ്. അത് ആ കാവ് സ്വാഭാവികമായി ഉണ്ടായി വന്നതാണ്. ആ സ്വാഭാവികമായി ഉണ്ടായി വന്ന കാവിനെപ്പറ്റി പഠിക്കുക. അതിനകത്ത് വൻമരങ്ങൾ ഏത് മരങ്ങളാണ്, അതിൻ്റെ ഫാമിലി ഏതാണ്, അതിനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറ്റിച്ചെടിയുണ്ട്, വള്ളികളുണ്ട്, ഷ്രബ്സ് എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ പഠിച്ചെടുത്തിട്ട് അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട വിളകൾ ഏതൊക്കെ ഉണ്ടെന്ന് ലോകം മുഴുവൻ, ഇപ്പം നമ്മൾ സയൻസ് പഠിച്ചത് കൊണ്ട് ഇപ്പോൾ ഒരു കാട്ടുമരം ഉണ്ടെങ്കിൽ ആ കാട്ടുമരത്തിൻ്റെ ഫാമിലിയിൽപ്പെട്ട വിളകളുണ്ട്. അത് ലോകത്തെവിടെ ഉണ്ടെങ്കിലും നമുക്ക് ആ കാവിരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടവും നടാമെന്ന സന്ദേശമാണ് കാവ് തരിക. അങ്ങനെയാണെങ്കിൽ അത് സ്വയം നിലനിൽക്കും. അല്ലാതെ നമുക്കിഷ്ടമുള്ള വിള കൊണ്ടേ എല്ലാം നടണ്ടേ. അവിടെ പ്രകൃതി സ്വാഭാവികമായി വളർത്തിയ കാവിനെപ്പറ്റി പഠിച്ചിട്ട് അതിൻ്റെ ഫാമിലിയിൽപ്പെട്ട വിളകൾ ഏതൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് അത് നട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു കമ്പാനിയൻഷിപ്പാണത്. ബയോളജിക്കൽ കൺട്രോളും അവിടെ വരും. അവനെന്തേലും വാട്ടർ ഹാർവെസ്റ്റിംഗ് നടക്കും, ഈ സകലതും നടക്കും. ഇത്തരത്തിലുള്ള ഒരു ഡിസൈനിങ്ങിലൂടെ നമുക്ക് നമ്മുടെ കൃഷിയെ ഭക്ഷണം മുട്ടാതെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. അന്തരീക്ഷത്തിലെ ഓക്സിജൻ്റെ തോത് നിലനിർത്താൻ പറ്റും. ഇങ്ങനെയാണ് ഓർഗാനിക് ഫാമിംഗ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഹരിതാശ്രമത്തിൻ്റെ പ്രാരംഭ ഘട്ടമെന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു എന്നറിയണം. അതിനു മുമ്പ് ദയാൽ സാർ വെച്ചൊരു വലിയ ദർശനമുണ്ട്. നമ്മുടെ നാടിനെ 3ആയി തരംതിരിക്കുമ്പോൾ മലനാടെന്നും ഇടനാടെന്നും തീരനാടെന്നും പറയുമ്പോൾ ആ 3 സംസ്കാരങ്ങൾ അത് രൂപപ്പെട്ടു വന്ന സാഹചര്യം ശരിക്കും പറഞ്ഞാൽ അത് റിലേറ്റ് ചെയ്യുന്ന മിഡിൽ ഭാഗവും അതെ അത് പാദവും പോലുള്ള വലിയൊരു ദർശനമാണ്, പ്രസക്തമാണ്. ഇത് മൂന്നും വേണം. തല മാത്രമായതുകൊണ്ട് കാര്യമില്ല, പാദമില്ല. മലനാടിലെ മനുഷ്യന്റെ ജീവിത രീതികളല്ല തീരദേശ നാട്ടിൽ താമസിക്കുന്നവർക്ക്, അവരുടെ കൃഷി രീതികളല്ല, മണ്ണല്ല, കാലാവസ്ഥയല്ല. പക്ഷെ ഇതിന് റിലേറ്റ് ചെയ്ത ഒരു ദർശനം, കാടിനെ കാട്ടച്ഛനായും കടലിനെ കടലമ്മയായും കാണുന്ന ഒരു വലിയ മാനവിക ദർശനമാണ്. അത് മനുഷ്യൻ പ്രകൃതി എത്രമാത്രം ഹൃദയത്തിൽ സ്നേഹിക്കുന്നുള്ളതിന് വലിയൊരു തെളിവാണ് സാർ അത് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായ സാംസ്കാരിക പ്രവർത്തനം എന്ന് പറയുന്നത് കാട് വളർത്തലാണ്. തീർച്ചയായും ഈ കാലഘട്ടത്തിലെ ഏറ്റവും സുപ്രധാനമായ സാംസ്കാരിക പ്രവർത്തനമാണ് കാട് വളർത്തൽ. അപ്പം ഞാനൊരു ചോദ്യം ഞാൻ ചോദിച്ചു. അതായത് വനത്തെ ലാഭത്തിന് വേണ്ടി കാണുന്ന ഒരു അവസ്ഥ രൂപപ്പെട്ടു വരുന്നുണ്ട്, ഒരു വലിയ സംവാദം രൂപപ്പെട്ടു വരുന്നുണ്ട്. അധിനിവേശ സസ്യങ്ങളായ അക്വേഷ്യ, മഞ്ഞക്കൊന്ന പോലെയുള്ള അധിനിവേശ സസ്യങ്ങൾ വനത്തിൽ വെച്ച് പിടിപ്പിക്കുകയും വനം വികസന വകുപ്പ് ലാഭത്തിന് വേണ്ടി വനത്തിൻ്റെ സ്വാഭാവികതയെ തകർക്കുവാനും അതിൻ്റെ എക്കോസിസ്റ്റത്തെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുണ്ട്. ഉപഭോഗ തൃഷ്ണ, എന്തിലും ലാഭം വേണം എന്നുള്ള ആ ലാഭത്തിലുള്ള മനസ്സ്, ഒരു വൈബ് ഉണ്ടാകുന്നത് പുതിയ തലമുറയിൽ അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നതിൻ്റെ പരിണിത ഫലമാണ് എന്തിൽ ലാഭം. ഇപ്പോൾ പണ്ട് നമ്മളിപ്പോൾ ഒരു പുഴ കണ്ടു കഴിഞ്ഞാൽ കവികൾ എഴുതി അത് 1000 പാദസരങ്ങൾ കിലുങ്ങി വരുന്ന പുഴയായിട്ട് കാണുന്നു. ആ സ്ഥാനത്ത് ഒരു ഉപഭോഗ തൃഷ്ണയുള്ള മനുഷ്യൻ ഒരു നദി കണ്ടാൽ ഇതിൽ നിന്ന് എത്ര മണൽ ഊറ്റിക്കൊണ്ട് പോകാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ നല്ലൊരു മരം കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ജോയ്സ് കിൽമർ എഴുതിയ പോലെ ഐ തിങ്ക് ഐ ഷാൽ നെവർ സീ എ പോം ലവ്ലി ആസ് എ ട്രീ, ഒരു മരം പോലെ മനോഹരമായ ഒരു കവിതയില്ല ഈ ഭൂമിയിലെന്ന് അമേരിക്കൻ കവി ജോയ്സ് കിൽമർ എഴുതിയെങ്കിൽ മരം കാണുന്ന ഉപഭോഗ തൃഷ്ണയുള്ള ഒരു മനുഷ്യന് തോന്നുന്നു ഇതിൽ നിന്ന് എത്ര ഉരുപ്പടി ഉണ്ടാക്കാം, എത്ര കട്ടിലുണ്ടാക്കാമെന്നായിരിക്കും ചിന്തിക്കുന്നത്. അത് ഓരോ മനുഷ്യൻ്റെ മൈൻഡ് സെറ്റാണ്. ഇപ്പോൾ കാട് വളർത്തുക എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞതുപോലെ തന്നെ
വലിയൊരു സാംസ്കാരിക പ്രവർത്തനമാണ്. മാത്രമല്ല നമ്മുടെ പഴയ ഒരു കാലഘട്ടം നോക്കൂ, കേരളത്തിൻ്റെ തന്നെ 1 ഏക്കർ കൂടുതൽ സ്ഥലമുണ്ടായിരുന്നു. ഇത്രത്തോളം തുണ്ടുഭൂമി അല്ലായിരുന്നു നമുക്ക്. 1 ഏക്കർ കൂടുതൽ സ്ഥലമുണ്ടായിരുന്നെങ്കിൽ അവിടെ തീർച്ചയായും ഒരു കാവും കുളവും ഉണ്ടായിരുന്നു. കാവെന്ന് പറയുന്നത് പ്രകൃതിയുടെ ശ്വാസകോശമാണ്. കാവെന്ന് പറയുന്നത് ചെറുവനമാണ്. ആ വലിയ വനം വളർത്താനൊക്കാത്തവർ ചെറുവനം ഈ 1 ഏക്കറിന് മുകളിലുള്ളവരെല്ലാം തന്നെ അതൊരു കുടുംബത്തിന്റെ ആഢ്യത്വമായിട്ട് കണക്കാക്കിയ കാലഘട്ടമുണ്ട്. ഒരു കാവും കുളവും എന്ന് പറയുന്നത് ആരാധനാഭാവത്തോടെ സംരക്ഷിച്ചിരുന്നു. അതുപോലെ ഉപഭോഗ ദുഷ്ടം കൂടുന്ന മനുഷ്യരെന്ത് ചെയ്യും? എപ്പോഴും റബ്ബർ വെക്കുന്നു. ഇപ്പൊ റബ്ബർ വെക്കുന്ന ഒരു മനുഷ്യൻ അവനവനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സത്യത്തിൽ നമ്മൾ കഴിക്കുന്ന പല ഫ്രൂട്ട്സും നമ്മൾ വെച്ചതല്ല. നമ്മുടെ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ഒക്കെ വെച്ച പ്ലാവിൻ്റെയും ഒക്കെ വിഹിതം പറ്റിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം റബ്ബർ ഒരാൾ നടുന്നെന്ന് പറഞ്ഞാൽ അയാൾ തീർച്ചയായും സ്വാർത്ഥനാണ്. കാര്യം അയാളുടെ ജീവിതകാലത്ത് ഫലം. ഇപ്പോൾ ഒരാൾ ചന്ദനം നടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അയാളുടെ സ്ഥാനത്ത് നോക്കില്ല, അയാളുടെ മക്കൾക്കും ചിലപ്പം അതിൻ്റെ ഫലം എടുക്കാനൊക്കെ ഇല്ല, അതിൻ്റെ അടുത്ത തലമുറ. അപ്പം തന്നെ അയാൾക്ക് സ്വാർത്ഥനല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഓരോ മരം നടുന്നതിൽ നിന്ന് തന്നെ നമുക്കറിയാം ആ ആളിൻ്റെ മൈൻഡ് സെറ്റ്. ഒരു മരത്തിൽ നിന്ന് ഏത് തരം മരമാണ് നടുന്നതെന്ന് നോക്കിയാൽ അറിയാം ആ ആളിൻ്റെ മൈൻഡ് സെറ്റ് എന്തുവാണെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കാവുകളെ കേരളത്തിൻ്റെ ശ്വാസകോശം അല്ലെങ്കിൽ ഭൂമിയുടെ ശ്വാസകോശമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. പണ്ട് നമ്മളിപ്പോൾ ആരും കൊണ്ടുവന്ന് പാലം നടത്തും, അതല്ലെങ്കിൽ ആല് കൃഷി, ഒരു 10 ആല് വീടിൻ്റെ പറമ്പിൽ വെച്ചേക്കാം എന്നാരും വിചാരിക്കില്ല. അതല്ലെങ്കിൽ നല്ലവർക്ക് സുഗന്ധം കിട്ടിക്കോട്ടെ, കുറച്ച് ഇലഞ്ഞു കൊണ്ട് വെച്ചേക്കാം എന്നാരും വിചാരിക്കില്ല. കാര്യം അതിൽ നിന്ന് ലാഭം കിട്ടുന്നില്ല. പക്ഷേ ഉള്ള ഇലഞ്ഞുകളും ഉള്ള പാലകളും ഉള്ള പനകളും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി നമ്മുടെ പൂർവിക തന്ത്രപരമായി അതിനകത്ത് സ്പിരിച്വാലിറ്റി ചേർത്തു. എന്താണ്? പാലിൽ ലക്ഷ്യമുണ്ട് വെട്ടരുത്, ആലിൽ ലക്ഷ്യമുണ്ട് വെട്ടരുത്, വെട്ടുകയാണെങ്കിൽ പ്രത്യേകിച്ച് മന്ത്രമൊക്കെ ജപിച്ച് പൂജാരിയൊക്കെ കൊണ്ടുവന്ന വലിയ കൂവളം വെട്ടരുത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ സത്യത്തിൽ യക്ഷി ഉണ്ടായിട്ടല്ല, പക്ഷേ സംരക്ഷിക്കാൻ വേണ്ടി. ശരിക്കും പറഞ്ഞാൽ ആലെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഓക്സിജന്റെ അളവ് തരുന്ന വൃക്ഷമാണോ ആല്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫൈക്കസ് ഇതിൽ വരുന്ന വൃക്ഷമാണ് ആലെന്ന് പറയുന്നത്. അപ്പോൾ ആല് വെക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ എല്ലാവർക്കും ശുദ്ധവായു കിട്ടിക്കോട്ടെ, ഓക്സിജൻ ഇനി ഒരു 10-30 വർഷം കഴിയുമ്പോൾ ഓക്സിജൻ സിലിണ്ടറുമായി മനുഷ്യൻ നടക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ തന്നെ ആല് വെച്ച് കളയാം, നാട്ടുകാർക്കെല്ലാം ഓക്സിജൻ കിട്ടട്ടെ എന്ന് ഒരാളും ചിന്തിക്കില്ല. പക്ഷേ നിൽക്കുന്ന ആലുകൾ വെട്ടി നശിപ്പിക്കാതിരിക്കാനൊക്കും, നിലനിൽക്കുന്ന ഇലഞ്ഞി മരങ്ങൾ വെട്ടി നശിക്കപ്പെടാതിരിക്കാനൊക്കും, നിലനിൽക്കുന്ന പാലപ്പൂവിൻ്റെ സുഗന്ധം എന്ന് പറയുന്നത് എന്തൊരു സുഗന്ധമാണ് അല്ലേ? ആ സുഗന്ധമുള്ളത് കൊണ്ട് നാട്ടുകാർക്കെല്ലാം സുഗന്ധം കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആരും കൊണ്ടുവന്ന് പാല നടത്തില്ല, നടുവോ? ഇതെല്ലാം വെട്ടിക്കളയുള്ളൂ. പൊതുസമൂഹത്തിന് ഗുണമുണ്ട് ഈ വൃക്ഷങ്ങളെ കൊണ്ട്. ആലിനെ കൊണ്ടും സുഗന്ധപൂരിതമാക്കുന്ന, നാടിനെ സുഗന്ധപൂരിതമാക്കുന്ന ഒരു വൃക്ഷവും പൊതുസമൂഹത്തിന് ഗുണമെന്ന് പറഞ്ഞിട്ട് ആരും നടില്ല. പക്ഷേ അവനവന് ആത്മസംതൃപ്തിക്കുള്ള അല്ലെങ്കിൽ ലാഭേച്ഛ കിട്ടുന്ന മരങ്ങളെ നടുകയുള്ളൂ. ഇതിന് വ്യത്യസ്തമായ ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയും കൂടെ കൂടിക്കലർത്തിക്കൊണ്ട് പഴയ തലമുറ പറഞ്ഞത്. ഇത് വെട്ടാതിരിക്കാൻ വേണ്ടി ലക്ഷ്യമുണ്ടെന്നും പനയിൽ ലക്ഷ്യമുണ്ടെന്നും പറഞ്ഞത്. ഏതായാലും ഈ പറഞ്ഞ കാവുകളും സംരക്ഷിക്കപ്പെടണം. കാവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നതിനപ്പുറം തന്നെ അതിനെ ചെറുവനങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടണം. അപ്പോൾ ആ ചെറുവനങ്ങൾ വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കണം. ആ ചെറുവനവും കൃഷിയും തമ്മിലുള്ള ബന്ധം, ഈ കാവെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വനമെന്ന് പറഞ്ഞാൽ ദേൽ സാർ പറഞ്ഞതുപോലെ തന്നെ അറിവിൻ്റെ കൂടാരമാണ്. എന്നുവെച്ചാൽ ബയോഡൈവേഴ്സിറ്റിയുടെ ജൈവ വൈവിധ്യത്തിൻ്റെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളാണ് ഓരോ വനവും. അത് ചെറുവനമായിക്കോട്ടെ, വലിയ റിസർവ് ഫോറസ്റ്റ് ആയിക്കോട്ടെ, ജൈവ വൈവിധ്യത്തിൻ്റെ സസ്യ സമ്പത്തിൻ്റെയും ജന്തു വൈവിധ്യത്തിൻ്റെയും സമ്പത്തായിട്ടുള്ള അറിവിൻ്റെ കലവറയാണ്, എക്കോസിസ്റ്റത്തിൻ്റെ യൂണിവേഴ്സിറ്റിയാണ് ഓരോ വനവും. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലം മുതൽ കുട്ടികളിലേക്ക് ഇൻകൽക്കേറ്റ് ചെയ്യേണ്ട ഒരു നോളജിൽ പ്രധാനപ്പെട്ടതാണ് ഞാൻ വന്നു നിന്ന മണ്ണിനെ നമ്മൾ അറിയണം, അവിടുത്തെ വൃക്ഷങ്ങളെ അറിയണം. സ്കൂളുകളിൽ ഇപ്പം കുട്ടികളോട് ചോദിച്ചാൽ ഇപ്പം ഏറ്റവും പുതിയ സിനിമാ താരങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവരെ അഭിനയിച്ച സിനിമയുടെ പേരുകളെല്ലാം പറയും. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് എത്ര വൃക്ഷങ്ങളുടെ പേരുകൾ അറിയാം? ഒരു 15 വൃക്ഷത്തിൻ്റെയെങ്കിലും പേര് പറയാൻ അറിയാവുന്ന എത്ര കുട്ടികൾ നമ്മുടെ പുതിയ തലമുറയിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട്? ആ വൃക്ഷ വൈവിധ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം പകരാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് കഴിയുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കാടിൻ്റെ പ്രാധാന്യം, സ്കൂളുകളിൽ നിന്ന് തന്നെ കാടുകളിലേക്ക് യാത്ര കൊണ്ടുവരണം. ഇപ്പം നമ്മൾ വീഗാലാൻഡിലേക്കോ അല്ല വണ്ടർലായിലേക്കോ ഒക്കെ ടൂറ് പോകുന്ന പോലെ കുട്ടികളെ കാട് കാണിച്ച് വളർത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി കാടിന് ഓരോ പെരുമാറ്റച്ചട്ടമുണ്ട്. കാടിലൊരിക്കലും പ്ലാസ്റ്റിക് നിക്ഷേപിക്കുകയോ
അല്ലെങ്കിൽ മാലിന്യങ്ങൾ കൊണ്ടൊന്നും തള്ളാനോ ഉള്ള സ്ഥലമല്ല കാടെന്ന് കുട്ടിക്കാലം മുതലേ അവൻ്റെ മനസ്സിലേക്ക് ആ ആശയം ഇൻകൽക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറണം. നമുക്ക് മണ്ണു മര്യാദ ഉണ്ടാവണം. മണ്ണു മര്യാദ എന്നുള്ളൊരു വാക്ക് വർഷങ്ങളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്, മണ്ണു മര്യാദ. ആ മണ്ണു മര്യാദയുടെ പഠനത്തിൻ്റെ ഭാഗമാണ് കാട് വളർത്തൽ എന്ന് പറയുന്നത്. നമുക്ക് ജലസാക്ഷരത ഉണ്ടാവണം. വാട്ടർ എവരിവെയർ നോട്ട് എ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് കോളറിജാണ് എഴുതിയത്. ജലം സർവത്ര ഉണ്ടെങ്കിലും കുടിക്കാൻ കൊള്ളാവുന്ന ഒരു തുള്ളി ജലം പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മൾ മലയാളി പോകുമ്പോൾ ജലസാക്ഷരത, ജലം എങ്ങനെ മലിനമാക്കാതിരിക്കാം എന്നുള്ള ഒരു ജലസാക്ഷരത ഓരോ പുതിയ തലമുറയിലേക്കും ഇൻകൽക്കേറ്റ് ചെയ്യുവാൻ നമ്മുടെ ഇത്തരത്തിലുള്ള പരിസ്ഥിതി ബോധനത്തിന് കഴിയണം. ആ പാരിസ്ഥിതികമായ ഒരു വിജ്ഞാനം പുതിയ തലമുറയിലേക്ക് കൊടുക്കുവാൻ ഇവനെ കാടറിവ് ഉള്ളവനാക്കി വളർത്തുക തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാട് വളർത്തുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് പോയത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൈവിധ്യമാണ് കാടിൻ്റെ സവിശേഷത. ഇന്ന് നമ്മളെല്ലാവരും ഈ ഫാഷിസ്റ്റ് മൂവ്മെൻറ്റുകളുടെ എല്ലാം ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈവിധ്യത്തെ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ ഒരു സമുദായം മാത്രം മതി, അല്ലെങ്കിൽ ഒരു ജാതി മാത്രം മതി, അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള മനുഷ്യൻ മാത്രം മതി, വെളുത്തവൻ മാത്രം മതി. അങ്ങനെ ഒരു തരത്തിലുള്ള ഭാവത്തിലേക്ക് വരുമ്പോൾ കാട് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? കാട്ടിൽ എത്രത്തോളം തരത്തിലുള്ള വൃക്ഷങ്ങളുണ്ട്, എത്രത്തോളം തരത്തിലുള്ള ജീവജാലങ്ങളുണ്ട്. അപ്പോൾ ഇവയുടെ എല്ലാം സമസൃഷ്ടി ഭാവനയാണ്, സമസൃഷ്ടി ഭാവന പഠിപ്പിക്കുന്നു എന്നുള്ളത് വലിയൊരു സന്ദേശമാണ്. ആനയ്ക്കും മുയലിനും അണ്ണാനും മയിലിനും മാനിനും സിംഹത്തിനും എല്ലാം ഇടം നൽകുന്ന ഒരു കാര്യമാണ് കാട്. മനുഷ്യനും ഇതുപോലെ വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ള അവരുടെ ഒരു വലിയ ഒരു കൂട്ടായ്മ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞു. അതെ, എന്താണെന്ന് വെച്ചാല് നമ്മള് കാട് പഠിപ്പിക്കുന്നത് സഹവർത്തിത്വമാണ്. അതായത് ആ വൈവിധ്യങ്ങളുടെ ഒരു ഏകീകരണത്തിന്റെ അനുഭവം നമുക്ക് കിട്ടി. എന്താ വെച്ചാല് നമ്മൾ വനംവകുപ്പിന്റെ അനുവാദത്തോടു കൂടിയൊക്കെയാണ് ഈ വനത്തിലേക്ക് വന്നതെങ്കിൽ പോലും നമ്മൾ ഫസ്റ്റ് എൻട്രി കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ആദ്യം പൂമ്പാറ്റ പറക്കുന്നത്, അത് കഴിഞ്ഞ് കുരുവി ചിലച്ചു, അത് ഏറ്റെടുത്ത് വേഴാമ്പല് വരെ അത് സിഗ്നൽ പാസ് ചെയ്ത് നമ്മൾ ഇവിടെ വരെ എത്തിയപ്പോൾ, ഇത്രയും ഉള്ളിലേക്ക് എത്തിയപ്പോൾ എത്ര ജീവജാലങ്ങളാണ് അതിന്റെ ഇൻഫർമേഷൻ അകത്തേക്ക് ഏതോ സ്ട്രേഞ്ചേഴ്സ് കടന്നു വരുന്നു എന്നുള്ളൊരു അതൊരു യൂണിറ്റിയാണ് അവർ കാണിക്കുന്നത്. അപ്പൊ ശരിക്കും ഒരു വനത്തിനുള്ളിലേക്ക് ആദ്യ പാദം പുറത്തുനിന്ന് ഒരാൾ എടുത്തു വെക്കുമ്പോൾ തന്നെ പുൽച്ചാടി മുതൽ സിംഹം വരെ അല്ലെങ്കിൽ കടുവ വരെ ദാ ആരോ വരുന്നു എന്ന ഒരു മെസ്സേജ് അവരുടെ യൂണിറ്റി ആയിരിക്കാം. യൂണിറ്റിയാണ് ശരിക്കും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ പറയുന്നെങ്കിലും അത് കാട്ടിനകത്തുള്ളത്. ഇപ്പൊ 2 വനവൽക്കരണ മാതൃകകൾ ചെയ്ത മഹത് വ്യക്തിത്വങ്ങളാണ് നമ്മളോടൊപ്പം ഉള്ളത്. പുതിയ കാഴ്ചപ്പാടിൽ പുതിയ കാലത്തിൽ മിയാവാക്കി പോലെ അല്ലെങ്കിൽ ഫ്രൂട്ട് ഫോറസ്റ്റ് പോലെയൊക്കെ ഒരുപാട് സാധ്യതകൾ നിലനിൽക്കെ ചൊരിമണലിൽ വനം വെച്ച് പിടിപ്പിക്കാൻ കഴിയുന്ന ഒരു നിസ്സാര കാര്യമല്ല. അതിപ്പോഴും ഒരു വിസ്മയകരമായി തന്നെ നിൽക്കുകയാണ്. എങ്ങനെയാണ് അത്? റിസർവ് ഫോറസ്റ്റേ ഇല്ലാത്ത ഒരു ജില്ല കേരളത്തിലുള്ളത് ആലപ്പുഴയാണ്. അല്ല, മണ്ണിന്റെ വ്യത്യാസം പഞ്ചാര മണലാണ്. നമ്മൾ ഈ തിണ സംസ്കാരത്തിൽ നിന്ന് വന്നവരാണല്ലോ. അപ്പൊ ഈ മണ്ണിനെ തന്നെ തിണ സംസ്കാരത്തിൽ തരംതിരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോ എങ്ങനെയാണ് ഈ ചൊരിമണലിൽ എങ്ങനെയാണ് വനവൽക്കരണം? അത് നമ്മൾ പഠിക്കണത് കാട് മുഴുവൻ കയറി ഇറങ്ങി നടന്ന് പഠിച്ചു എന്നുള്ളതാണ് ആദ്യം. പശ്ചിമഘട്ടത്തിന് ഇനി കാണാൻ സ്ഥലമല്ല, മിക്കവാറും എല്ലാം കയറി ഇറങ്ങി നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാട് രൂപപ്പെട്ടത് എങ്ങനെ? പന്നൽ പിടിച്ച്, പുല്ല് പിടിച്ച്, കുറ്റിച്ചെടി പിടിച്ച്, പൂവും കായും ഇല്ലാത്ത മരങ്ങൾ പിടിച്ച്, പൂവും കായുള്ള മരങ്ങൾ, ഒരു സക്സഷൻ പ്രോസസ്സുണ്ട്. ഈ പ്രോസസ്സ് എല്ലാം ഞാനവിടെ നടപ്പിലാക്കി എന്നുള്ളതാണ്. ആദ്യം പുല്ലാണ് പിടിപ്പിച്ച, മരങ്ങളല്ല പിടിപ്പിച്ചത്. എത്ര വർഷം എടുത്തു ആ പ്രോസസ്സ്? ഞാൻ എൻ്റെ വനമായിട്ട് മാറാനായിട്ട് വേണ്ടി 24 വർഷം. അപ്പോൾ 24 വർഷം കൊണ്ട് ഇന്ന് മാനമുട്ട വളരുന്ന ഒരു മരമായി, ഒരു കാടായിട്ടത് മാറി. ആലപ്പുഴ ജില്ലയിൽ കാടിനെ പറ്റി പഠിക്കാൻ കുട്ടികൾ വരുന്ന എൻ്റെ വീട്ടിലേക്കാണ്. ആ ഒരു അവസ്ഥയിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരുപാട് മിയാവാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വനങ്ങൾ ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറ്റി പറയുന്നുണ്ട്. ശരിക്കും മിയാവാക്കി കൊണ്ട് ഒരു മരക്കൂട്ടം ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഒരു ക്ലൈമറ്റ്, മൈക്രോ ക്ലൈമറ്റുള്ള ഒരു കാവിന് തുല്യമായ ഒരു സാധനം അല്ലത്. കാവിൻ്റെ 7 അയലത്ത് വരില്ല മിയാവാക്കി. കാവ് വെറുതെ മരക്കൂട്ടല്ലത്, ഒരു മൈക്രോ ക്ലൈമറ്റ് കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു കമ്പാനിയൻഷിപ്പിൻ്റെ ഒരു സന്ദേശം തരുന്നുണ്ട്. ഈ പ്രദേശത്ത് എന്താണ് വളർത്തേണ്ടത് എന്ന് കാവാണ് പറയണേ. ഈ പ്രദേശത്ത്, ഈ ചുറ്റുവട്ടത്ത്, ഈ മണ്ണിൽ നിങ്ങൾ എന്ത് വളർത്തണം എന്നൊരു സന്ദേശം അവിടെ തരുന്നുണ്ട്. അതൊരു കമ്പാനിയൻഷിപ്പാണ്. ഇത് മിയാവാക്കിയിലില്ല. മിയാവാക്കിയിൽ
മരങ്ങൾ അടുപ്പിച്ച് നടുന്നു, കൂടുതൽ വളം കൊടുക്കുന്നു എന്നുള്ളതാണ്. തമ്മിൽ മരങ്ങൾ മത്സരിപ്പിക്കാനായിട്ട് അപ്പോൾ ആദ്യം മുന്നോട്ട് വരുന്ന ആള് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്നുള്ള തിയറി അനുസരിച്ച് കരുത്തുള്ളവൻ കാര്യക്കാരനായി പോകുന്നു, അടിപ്പെട്ട് പോകുന്നതും വളരത്തുമില്ല. കേരളത്തിൻ്റെ കാവുകളെ വെല്ലാൻ ലോകത്തൊരു മാതൃക ഇല്ലാതിരിക്കെ ജപ്പാൻകാരൻ്റെ മിയാവാക്കി എടുത്തത് ശരിയായ ഒരു നടപടിയാണ്. വിശാലമായ കുളവും കാവും വെട്ടി നിരത്തിയിട്ടാ മിയാവാക്കിയിൽ ഒരു ഫലപ്രദമായ ഒരു പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറഞ്ഞാൽ നിലം ശരിയായ രീതിയിൽ ഉഴുമ്പോൾ വേരുകൾ പെട്ടെന്ന് ഓടി വൃക്ഷത്തൈകൾ പെട്ടെന്ന് വളരും എന്നുള്ളൊരു ആശയമാണ്. അത് ആർക്കാണ് സാർ അറിയാൻ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു സംഭവം കൊള്ളാം. കാര്യം എന്താ വെച്ചാൽ പക്ഷെ മത്സരിച്ച് വളരുമ്പോ ഇത്ര അകലമിട്ടല്ലേ നടുന്നത് സാധാരണ. അതെ, ഇതല്ല അടുപ്പിച്ചടുപ്പിച്ച് നടത്തും. പക്ഷെ ഒരു കാര്യമുള്ളത്, 1 മീറ്റർ ആഴത്തിൽ കുഴി കുഴിച്ചിട്ട് അതിനകത്ത് അത്രയും കമ്പോസ്റ്റ് നിറച്ചിട്ട് മരം വെച്ചാൽ പിടിക്കുമെന്ന് ആർക്കാണ് അറിയാൻ മേലാത്ത. അത് തന്നെയല്ല, അതിനകത്ത് കമ്പാനിയൻഷിപ്പ് പഠിച്ചിട്ടില്ല. ഞാനൊരു മിയാവാക്കി വനം കണ്ടു. അതിനകത്ത് പേര കൊണ്ട് വെച്ചിട്ടുണ്ട്. പേര ഒരു നിശ്ചിത ടെമ്പറേച്ചറിന് താഴെ പോയി കഴിഞ്ഞാൽ പേര ഉണങ്ങിപ്പോകും. പേര ആ സിസ്റ്റത്തിന് യോജിച്ചതല്ല. അപ്പോഴേ ഞാൻ മനസ്സിലാക്കി മിയാവാക്കി കമ്പാനിയൻഷിപ്പിനെ പറ്റി പഠിക്കാതെ ചെയ്യുന്ന ഒരു സാധനമാണ്. ഇല്ല, ഉണ്ട്, വെക്കണേ. ഞാൻ കണ്ട എല്ലാ മിയാവാക്കിയിലും ഉണ്ട്. ഫ്രൂട്ട് ട്രീസാണ് കൂടുതലും. ഫ്രൂട്ട് ട്രീസ് കൂടുതൽ വെച്ചിട്ട് അടുപ്പിച്ച് നടുന്നു, വളം കൂടുതൽ കൊടുക്കുന്നു, ലക്ഷങ്ങൾ മുടക്കുന്നു. ഇതല്ല ഒരു കാവെന്ന് പറയുന്നത്. ഈ മിയാവാക്കി കൊണ്ടുവന്ന മിയാവാക്കി എന്ന ജാപ്പനീസ് പ്രവർത്തകൻ എന്ന് പറയുന്നത് അദ്ദേഹം വളരെ ഒരു ജീനിയസ് ആയിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിന്റെ സിസ്റ്റവുമായി അദ്ദേഹം അതിനേക്കാൾ വലിയ മാതൃക നമുക്ക് ഇവിടെ കിടക്കുന്നു. അത് കാണാതെ അതല്ലേ തെറ്റ്, അല്ലാതെ മിയാവാക്കി തെറ്റല്ല പറയണേ. അതിന്റെ 100 മടങ്ങ് ഗുണകരമായ ഒരു സിസ്റ്റം ഇവിടെ കിടക്കുമ്പോൾ അത് കാണാതെ ലക്ഷങ്ങൾ മുടക്കി. ഇപ്പൊ ഞാൻ എന്റെ കാവുകൾ 10-15 വർഷം കൊണ്ടുണ്ടായതല്ല. അല്ല, നൂറ്റാണ്ടുകൾ എടുത്തിട്ടുണ്ടാകുന്നതാണ്. ആയുസിൽ 10-15 വർഷം കൊണ്ട് ഒരു കാട് ഉണ്ടാക്കണമെങ്കിൽ ചില എളുപ്പവിദ്യകളാണ് മിയാവാക്കി പറയുന്നത്. ഈ കാവെന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫ്ലോയുടെ ജംഗ്ഷൻസ് ആണ് രൂപപ്പെടുന്നത്. ആ ഒരു വാട്ടർ ഹാർവെസ്റ്റിംഗ് സിസ്റ്റം കൂടിയാണ് അത് ഡെവലപ്പ് ചെയ്യണത്. അത് മിയാവാക്കിയിലില്ല, നമുക്ക് തോന്നടുത്താണ് കൊണ്ടുപോയി ഇത് വെക്കണത്. അതായത് 2 ചെറിയ സ്ട്രീംസ് ഒഴുകി വന്ന് ചേർന്നിട്ട് ഒരു സ്ട്രീമായി ഒന്നേ തോട്ടിലേക്ക് അല്ലെങ്കിൽ കായലിലേക്ക് കടലിലേക്ക് ഒഴുകും. ഇതിൽ ഈ 2ഉം കൂടി ചേരുന്ന ജംഗ്ഷനിലാണ് ആദ്യത്തെ ചെടികൾ വെക്കണത്. ആദ്യത്തെ ചെടികളെടുത്ത് അതിൻ്റെ വേര് ആ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വേരൊരു ചെറിയ തടയണ അവിടെ ഉണ്ടാക്കും. അപ്പോൾ ആ ഭാഗത്തൊരു ചെറിയ ജലലഭ്യത കൂടും. അതിനോട് ചേർന്നാണ് ഓരോരുത്തർ വയ്ക്കുക. അപ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടർ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ബണ്ടിങ് സിസ്റ്റം കൂടി കാവ് ചെയ്യുന്നുണ്ട്. കാവ് രൂപപ്പെടുമ്പോൾ മനുഷ്യന്റെ ഇന്റർഫിയറൻസ് വളരെ കുറവാണ്. ഇല്ല, മിയാവാക്കിയിൽ അമിതമായ ഇന്റർഫിയറൻസ് ആണ്. അതാണ് ഒരു മിയാവാക്കിയുടെ പരാജയം എന്ന് പറയുന്നത്. അതെ, മണലിനെ ഞാനും പരിചയപ്പെടുത്തിയെടുത്തത് ഞാൻ എന്ത് ചെയ്തു, വെറും പഞ്ചാര മണലല്ലേ, പഞ്ചാര മണൽ വന്നപ്പോൾ ഞാൻ ആദ്യം മഴയുടെ ആരംഭത്തിന് ജസ്റ്റ് മുമ്പ് കിട്ടാവുന്ന അത്രയും വിത്തുകൾ, ചെറുപയർ, വൻപയർ, എള്ള്, പിന്നെ നവധാന്യങ്ങൾ, ഇതെല്ലാം കൂടി വാങ്ങി എൻ്റെ 1 ഏക്കറിൽ ഞാനങ്ങ് വിതച്ചു. ഒരു 10% കിളുത്തുള്ളൂ. അതിൻ്റെ അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്തു, ഒരു 3 ഇഞ്ച് കനത്തിൽ ഓർഗാനിക് മാറ്റർ ഞങ്ങളുടെ ഏരിയയിൽ കിട്ടുന്നത് ചകിരിച്ചോറാണ്. ഞാനൊരു 3 ഇഞ്ച് കനത്തിൽ 1 ഏക്കറിൽ ഞാൻ ചകിരിച്ചോറ് വിതറിയിട്ട് ഇതേ സീഡ്സ് എല്ലാം കൂടി എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് 90% കിളുത്തു എന്നുള്ളതാണ്. കുറച്ച് കോഴിക്കാഷ്ടം കൂടി എറിഞ്ഞു കൊടുത്തു ഇതിൻ്റെ പുറത്തേക്ക്, ചരിച്ചുണ്ട് പുറത്തേക്ക്. കോഴിക്കാഷ്ടം ചൂടല്ല, അത് കോൺസെൻട്രേറ്റഡ് യൂറിയയാണ്, വെളുത്ത ഭാഗം. അപ്പോൾ മഴക്കാലത്താണ് അത് ചെയ്യണേ. മഴക്കാലത്താണ്, മഴ ആരംഭത്തിന് മഴ പെയ്യുമ്പോഴാണ് ഇത് ചെയ്യുക. അപ്പോൾ ഈ എറിഞ്ഞ വിത്തുകളെല്ലാം കിളുത്തു. പക്ഷെ അത് മാത്രമല്ല കിളുത്താൻ, കളകളും കൂടി കിളുത്തു എന്നുള്ളതാണ്. അപ്പോൾ കളകളും ഞാൻ വിതറിയ വിത്തും എല്ലാം കൂടി കിളുത്തൊരു 3 അടി പൊങ്ങി. അടുത്ത വേനലിൽ ഇതെല്ലാം ഉണങ്ങി മണ്ണിന് ഒരു പൊതയായിട്ട് വന്നു. അതിൻ്റെ അടുത്ത വർഷം വീണ്ടും ഞാൻ വിത്തെറിഞ്ഞു കൊടുത്തു ഈ പുല്ലിൻ്റെ മേത്തേക്ക്. അടുത്ത വർഷം 4-5 അടിയാണ് പൊങ്ങിയത്. കളകളും ഇതെല്ലാം കൂടി 4-5 അടി പൊങ്ങി. അപ്പോൾ ഞാൻ നിലംപറ്റ വെട്ടിയിട്ട് ശീമക്കൊന്ന, സിബാബുൾ, മന്ദാരം, രാജമല്ലി പോലെയുള്ളത് പറമ്പ് മുഴുവൻ അങ്ങ് നട്ടു. അത് ഇത് എനർജി ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് ഇതിൽ നിന്ന് വളർന്നു വന്നതും കൂടി വെട്ടി അങ്ങോട്ട് ഇടാൻ തുടങ്ങി. അതിൻ്റെ അടുത്ത വർഷം ഞാൻ മരങ്ങൾ നഷ്ടാട്ടി. അതായത് ആ പ്രോസസ്സ് മുഴുവൻ നമ്മൾ പൂർത്തീകരിച്ച് വരുമ്പോൾ ശരിക്കുള്ള കാട് ഒരു 1000 വർഷം കൊണ്ടുണ്ടായി വരുന്ന ഒരു കാടിനെ മനുഷ്യൻ്റെ ബോധപൂർവമുള്ള ഇടപെടലിലൂടെ നമുക്കൊരു 50 വർഷം കൊണ്ടുണ്ടാക്കാം. 50 വർഷം കൊണ്ട് ഒരു സ്വാഭാവിക വനം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സ്വാഭാവിക വനം, അതായത് കാട് വളർന്നു വരുമ്പോൾ അവിടെ വേണ്ടാത്തതിനെ കാട് തന്നെ മാറ്റും, വേണ്ടതിനെ അവിടെ കിളിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളൊരു തെറ്റിപ്പോയി എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിൽ തന്നെയും കാട് അത് റെഗുലേറ്റ് ചെയ്യും. അതാണ് സംവിധാനം. ഒരു മൈക്രോ ക്ലൈമറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ആ കൃഷിയിടത്തിൻ്റെ അന്തരീക്ഷത്തിൻ്റെ ആർദ്രത കൃഷിക്ക് ഗുണകരമാകും. 10 സെൻറ്റ് നമ്മളതിനെ മാറ്റി വെച്ചാലും 110 സെൻറ്റിൻ്റെ വിളവ് 90 സെൻറ്റിൽ നിന്ന് വരും. കാടിനൊരു ഇന്നർ എഞ്ചിനീയറിംഗ് ആവശ്യമില്ലാത്തതെല്ലാം അത് തന്നെയല്ലേ ഈ കാവിനകത്തായിരിക്കും വെള്ളിമൂങ്ങ, കിളികൾ, ഉപ്പൻ എല്ലാവരും കൂടുതൽ. ആരൊക്കെ ഉണ്ട്? എല്ലാവരും ഉണ്ട്. ഒരു കിളിയില്ല, ഒരു ജീവിയില്ലായിരുന്നു അവിടെ. കീരിയുണ്ട്, മരപ്പട്ടിയുണ്ട്, ഉടുമ്പുണ്ട്, ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവികളും ആയിക്കഴിഞ്ഞു അവിടെ. അവർ സുഖമായിട്ട് അവിടെ താമസിക്കും. പാമ്പുകളും ഉണ്ട്. പക്ഷെ പാമ്പുകൾ വന്നപ്പോഴത്തേക്ക് ഇപ്പം റെഗുലേറ്റ് ചെയ്തു. ഉടുമ്പ് വന്നു. കീരി വന്നപ്പോൾ അത്രയും വന്നില്ല പാമ്പിൻ്റെ റെഗുലേഷൻ. ഉടുമ്പ് വന്നപ്പോഴത്തേക്ക് ഉടുമ്പ് ഇതിൻ്റെ മുട്ട പെറുക്കി തിന്നും. പാമ്പിൻ്റെ മുട്ട പെറുക്കി തിന്നും. പിന്നെ അണലി മാത്രമേ വീഴുള്ളൂ. അണലിയെ ഇവൻ കഴിക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും എല്ലാം കുറഞ്ഞു. ഇപ്പൊ യാതൊരുവിധ ശല്യക്കാരോ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നും. ശരിയാണ്. ആദ്യം കൊതുക്, പക്ഷെ ഈ വർഷം മുതൽ കൊതുക് റെഗുലേറ്റ് ചെയ്യപ്പെട്ടു. എങ്ങനെയാണെന്ന് അറിയില്ല. ഏതോ മൈക്രോ ഓർഗാനിസം ജില്ലയിൽ ഒരു വൃക്ഷമുണ്ട് കൊതുകിനെ നിയന്ത്രിക്കുന്നത്, സ്പാത്തോഡിയം എന്ന് പറയും. സ്പാത്തോഡിയം ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ചുവന്ന പൂക്കളുള്ള സായിപ്പ് കൊണ്ട് വെച്ച ഒരു വൃക്ഷമാണ്. അത് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ആലപ്പുഴയെ കളിക്കത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. എൻ്റെ അടുക്കൽ 4-5 വലിയ മരങ്ങൾ നിൽപ്പുണ്ട് സ്പാത്തോഡിയം. എൻ്റെ വീട്ടിൽ മാത്രമല്ല ഈ അതേന്ന് പറന്ന് വീണ് അയിലന്തരം മുഴുവൻ സ്പാത്തോഡിയം കളിത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ മകനില്ല, അല്ലെങ്കിൽ മകളില്ല എന്ന് പറയും പോലെയാണ് കാട്ടച്ഛനും കടലമ്മയും എന്ന വിശാലമായ ഒരു സങ്കല്പം. ഈ സങ്കല്പം വളരെ മാതൃകാപരമായി പിന്തുടരേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ആഗോളതാപനം സൃഷ്ടിച്ചിട്ടുള്ള വല്ലാത്തൊരു പ്രതിസന്ധി. വേനൽക്കാലത്ത് ദുരിതപ്പെയ്ത്തും മഴക്കാലത്ത് ദുരിത വേനലും സമ്മാനിക്കുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ വനം നൽകുന്ന പിന്തുണ പുതുതലമുറ കൂടി അറിയേണ്ടതുണ്ട്. അറിഞ്ഞിട്ടും അറിയാതെ നടിക്കുന്ന പുതുതലമുറ അവരുടെ യൂണിവേഴ്സിറ്റികളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ ചെറുവനങ്ങൾ വച്ചുപിടിപ്പിച്ച് നമ്മുടെ കാലാവസ്ഥയെ പ്രതിരോധിക്കേണ്ടതുണ്ട്. അതിന് അനുഗുണമാകുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ് 2 വിശിഷ്ട വ്യക്തിത്വങ്ങളും പച്ചിലയുമായി ഇന്ന് പങ്കുവച്ചത്. സാറേ, ഈ മാതൃകാ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, സ്കൂളുകൾ, കലാലയങ്ങളിലൊക്കെ എങ്ങനെ ചെറുവനങ്ങൾ വെച്ച് പിടിപ്പിച്ച് പുതുതലമുറ ഇതിലേക്ക് അടുപ്പിക്കാൻ കഴിയും? യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്ന ആൾ കൂടിയാണ് സാർ. ഇതെന്താണ് വേണ്ടതെന്ന് വെച്ചാൽ, ഈ കാടിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ ഒന്നുമില്ലാത്ത ഒരു ഇടം തിരഞ്ഞെടുക്കുകയും ഒരു 5 സെൻറ്റോ 10 സെൻറ്റോ തിരഞ്ഞെടുക്കുകയും അവിടെ കാട് സ്വാഭാവികമായി ഉണ്ടായി വരുന്നതിന് തുടക്കം കുറിക്കുകയും ചെയ്യുക. എന്നിട്ട് ഒരു നിശ്ചിത ഒരു വർഷം ജനുവരി 1-നും 15-നും ഇടയ്ക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്ന് കുട്ടികൾ ഡോക്യുമെൻ്റ് ചെയ്യണം. അവിടുത്തെ ടെമ്പറേച്ചർ എത്ര, അവിടുത്തെ നിലവിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു, അവിടുത്തെ ചെടികൾ എന്തെല്ലാം ഉണ്ടായിരുന്നു, അവിടുത്തെ ജീവികൾ എന്തെല്ലാം ഉണ്ടായിരുന്നു, ഒന്നുമില്ലാത്തൊരവസ്ഥയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ കാവാക്കി വാങ്ങിക്കാൻ ചെയ്യേണ്ട പ്രവൃത്തികൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ചെയ്യണം. ആ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എന്ത് ഡെവലപ്മെൻറ്റാണ് അവിടെ ഉണ്ടായത്, അവിടുത്തെ ടെമ്പറേച്ചർ ഡിഫറൻസ്, വിൻഡിൻ്റെ വെലോസിറ്റി, അവിടെ റെയിൻ എത്ര പെയ്തു, അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ, അവിടുത്തെ മൈക്രോ ക്ലൈമറ്റ്, ഇതെല്ലാം കുട്ടികൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ഓരോ വർഷവും കഴിയും തോറും ഈ കാടിനുണ്ടാകുന്ന മാറ്റം കുട്ടികൾ പഠനം നടത്തി കഴിഞ്ഞാൽ, അവർ തന്നെ അത് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബോധ്യമാകില്ലേ കാടിൻ്റെ പ്രാധാന്യം? ഇത് ഓരോ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റികളിലും നടക്കണം. ഡോക്യുമെൻ്റ് ചെയ്തില്ല. ഇപ്പം ഞാൻ കാടുണ്ടാക്കി, ഞാനത് ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യാൻ അറിയില്ല. അതേസമയം ഒരു യൂണിവേഴ്സിറ്റിയോ കോളേജോ ആണെങ്കിൽ കൃത്യമായ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാകും.
കാലാവസ്ഥയിലുണ്ടായ മാറ്റം അവർക്ക് ഡോക്യുമെൻ്റ് ചെയ്ത് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഒരു 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 ഇൻസ്റ്റിറ്റ്യൂഷൻ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ജോലി അതാണ്. ആ ജോലി അവരെടുക്കണ്ടേ? അത് അങ്ങോട്ട് ചെയ്യാനായിട്ട് ചെയ്യുക. എന്നെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം, പച്ചിലയെ സംബന്ധിച്ചിടത്തോളം, ആര് കാർഡുണ്ടാക്കാൻ മുന്നിട്ട് വന്നാലും നമ്മൾ നേടിയെടുത്തിട്ടുള്ള സകല അറിവുകളും സൗജന്യമായിട്ട് കൊടുക്കാൻ തയ്യാറാണ്. എന്ത് ഗൈഡ് ലൈൻസ് വേണമെങ്കിലും ചെയ്യാം. അങ്ങനൊരു കൂട്ടായ്മ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ ഇത് വളരെ ഫലപ്രദമായി ഉള്ള കാടുകളെ സംരക്ഷിക്കേണ്ട ആവശ്യകത ബോധ്യം വരെ അത് സംരക്ഷിക്കപ്പെടും. അല്ലെങ്കിൽ കാടിനോട് ചേർന്ന് താമസിക്കുന്ന മനുഷ്യർ കാടിനെ സംരക്ഷിക്കില്ല. അതിൻ്റെ പ്രാധാന്യം അവർക്ക് അറിയില്ല. എങ്ങനെ ഒരു കാടിൻ്റെ ഓരങ്ങളിൽ താമസിക്കുന്നവർ ആ താമസിക്കുന്ന ഇടത്തിലെ മണ്ണ്, ജല, ജൈവ വൈവിധ്യം സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. സാർ, അത് കേരളത്തിലെ ആദിവാസി വിഭാഗം വനത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളത് വളരെ മാതൃകയായി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മൾ അപരിഷ്കൃതരെന്ന് നമ്മൾ പറയുമ്പോഴും അവരുടെ ഒരു പരിഷ്കൃതമായ വനബോധവൽക്കരണമുണ്ട്. അത് നമുക്ക് മാതൃകയാക്കേണ്ട ഒന്നാണ്. ഇത് ഈ ആദിവാസിക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കണം, പൈസ കൊടുക്കണം. കാടില്ലാത്ത കാട്ടിൽ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശം കാടാക്കി മാറ്റാൻ ഞാൻ ചെയ്തു. അത് ഇവിടെ നമ്മൾ അതിരപ്പള്ളിയിൽ ഞാൻ ചെയ്തു. ഒരാഴ്ച ഞാൻ ആദിവാസികൾക്ക് ജോലി കൊടുത്തു. അവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കൂലി കൊടുത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അനുവാദത്തോടെ ഒരു ഏരിയ ഞാൻ ആദ്യം ചുറ്റുവട്ടത്തുള്ള കളകളെല്ലാം വെട്ടിക്കൊണ്ടുവന്ന് നല്ല ഭംഗിയായിട്ട് പുതയിട്ടു. തുടങ്ങുന്ന ദിവസം 2 പിള്ളേരെ, ആദിവാസി പിള്ളേരെ കാട്ടിലേക്ക് വിട്ടു. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന വിത്തുകൾ മുഴുവൻ പെറുക്കിക്കൊണ്ടുവരാൻ പറഞ്ഞു. ഞങ്ങൾ ഇപ്പോൾ ശനിയാഴ്ച തീരും, വെള്ളിയാഴ്ച നിങ്ങൾ വരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ പുതയെല്ലാം നല്ല ഭംഗിയായിട്ടിട്ടു, പാറയുടെ മേലും ഇട്ടു, സകലയുടെ ഇട്ടിട്ട്. അപ്പോൾ ഇവർ വന്നിട്ട് ഈ വിത്തുകൾ മുഴുവൻ ഇതിൻ്റെ മേലെ എറിഞ്ഞു. എന്നിട്ട് ഞങ്ങൾ കൂട്ടം കൂടി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ചെയ്താൽ കാട് പിടിക്കുമോ? കാട് പിടിക്കും സാറേ എന്ന് ആദിവാസിക്കറിയാം. ആദിവാസിക്ക് തൊഴിൽ കൊടുക്കാം. ഇപ്പോൾ ഒരു കാടില്ലാത്ത ഒരുപാടുണ്ടല്ലോ അങ്ങനെ ഏരിയ. ആദിവാസിക്ക് ഫോറസ്റ്റ് സർവീസിൽ ഇത്ര ശതമാനം തൊഴിൽ റിസർവ് ചെയ്തിട്ടുള്ളതല്ലേ? അത് ഇങ്ങനെ ചെയ്യാം. ജനിച്ചപ്പം മുതൽ കാടിനെ കുറിച്ച് അറിയുന്നവനാണ് വനവാസി എന്ന് പറയുന്നത്. അപ്പോൾ വനവാസികൾക്കായിട്ട് ഇത്ര % ജോലി തന്നെ സുഖമായിട്ട് കൊടുക്കേണ്ടതാണ്. അത് മാത്രമല്ല, ഓർക്കുക, കാടറിവ് എന്ന് പറയുന്നത് വെറും ഒരു അറിവല്ല, അത് യഥാർത്ഥ തിരിച്ചറിവാണ്. കാടിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് വെറും ഒരു കാഴ്ചയല്ല, അത് ഉൾക്കാഴ്ച തന്നെയാണ്. ഈ ഒരു സന്ദേശം നമുക്ക് പുതിയ തലമുറയിലേക്ക്, വരും തലമുറയിലേക്ക് കൊടുക്കാൻ കഴിയും. വനമില്ലെങ്കിൽ മനുഷ്യകുലമില്ല എന്നുള്ളത് രണ്ടുപേരുടെയും പ്രഭാഷണങ്ങളിൽ തന്നെ നമുക്ക് ബോധ്യമായി. എന്നെപ്പെട്ട മണ്ണേ നിന്ന മണ്ണേ, എനിക്ക് വേണ്ടി ധനം തേടിയോരെൻ്റെ അമ്മാവന്മാരെ. എന്നെപ്പെട്ട മണ്ണേ, എനിക്ക് വേണ്ടി ധനം തേടിയോരെൻ്റെ അമ്മാവന്മാരെ. ദിക്ക് തെളിയണം, ദേശം തെളിയണം, ദേശത്താൽ ഈശ്വരം തെളിയണം.